നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. ദൈവമേ, നല്ലൊരു കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. മലയാളിയെ കണി കാണിക്കാൻ വന്നിട്ട് കണി കണ്ട് കിളി പോയി നിൽക്കുന്നത് സഖാക്കളുടേതാണ്. ആര്യേച്ചി ആ സൈഡിലോട്ടൊന്ന് മാറി നിൽ. മേയർ ഏച്ചിക്ക് വിശ്രമമാകാം. ഇനി കുന്നംകുളം റോഷ്നിയാണ് താരം. സരിത വരുമെന്നാ കരുതിയത്. റോഷ്നിയാണോ ഇറങ്ങി വന്നത്? ആ ഫ്ലോ അങ്ങ് പോയില്ലേ? സാരമില്ല, വന്ന സേച്ചിയെ നേരെ എയറിലോട്ട് വിട്ടിട്ടുണ്ട്. റോഷ്നേച്ചി തട്ടിവിട്ട കഥ വിശ്വസിച്ച് ക്യാപ്സൂള് വാരി വിതറാനിറങ്ങിയ സൈബർ കൂട്ടം ഇപ്പോൾ സമയമാം രഥത്തിൽ ഞങ്ങൾ സ്വർഗയാത്ര ചെയ്യുന്നു ആ അവസ്ഥയിലാണ്. വല്ല കാര്യവും ഉണ്ടായിരുന്നോടെ ഇത്? കാര്യങ്ങളുടെ നിജസ്ഥിതി ഒന്ന് അറിഞ്ഞിട്ട് കയറെടുത്താൽ പോരായിരുന്നു അത്? റോഷ്നി എന്ന് കേട്ടപ്പോൾ കുളിര് കയറി പോയതല്ലയോ? എല്ലാത്തിനെയും പെട്ടിയിലാക്കിയാ തിരിച്ചു കൊണ്ടാക്കിയേക്കണത്. കുളിര് ലേശം കൂടി പോയോ സേട്ടന്മാരെ? കുറച്ച് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. വന്ന പാടെ ചേച്ചി പറഞ്ഞതെന്താ? യവനുണ്ടല്ലോ എൻ്റെ വണ്ടിക്ക് സൈഡ് തരാതെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് എന്നെ അസഭ്യം പറഞ്ഞവനാ. ലേതു ഞാനാ? എപ്പാ? എൻ്റെ പൊന്നു ചേച്ചി സൈഡ് തന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സമ്മതിക്കും. ഞാൻ ബസ് നിർത്തി ഇറങ്ങി വന്ന് തെറി വിളിച്ചെന്ന് പറഞ്ഞത് അത് സമ്മതിക്കാൻ പറ്റൂല. എന്നിട്ട് എൻ്റെ അന്ന് ചേച്ചി പരാതി പറഞ്ഞില്ല? ഫോട്ടോ എടുത്ത ചേച്ചി ഒരു ലൈവ് ഇടായിരുന്നല്ലോ. ഞാൻ തെറി വിളിച്ചോണ്ട് നിൽക്കുന്ന ലൈവ് അങ്ങോട്ട് കൊടുത്തുവിടായിരുന്നോ? അല്ലെങ്കിൽ കണ്ടു നിന്ന നാട്ടാരെങ്കിലും ലൈവ് ഇടണ്ടേടെ? എന്നെ പഞ്ഞിക്കിടില്ലേ അവന്മാര്? അതൊന്നും ഉണ്ടായില്ല. അതൊരു വാർത്ത പോലും ആയില്ല. പിന്നെ ചേച്ചി പറയുന്ന കുന്നംകുളം ഞാൻ വന്നിട്ടില്ല. എനിക്ക് തൃശ്ശൂർ വരെ ഉള്ളൂ സ്ത്രീയെ. പോയി അടുത്ത വെള്ളിയാഴ്ച അടുത്ത കഥയും കൊണ്ട് വായിങ്ങോട്ട്. ഇതോടെ കുന്നംകുളം റോഷ്നിയുടെ ബാറ്ററി ഊരി മലയാളി. ബ്ലഡി മല്ലൂസ് ശരിയല്ല. വാ തുറന്നാലും തുറന്നില്ലേലും അടി. എന്തോന്നിട ഇത് അടിമാലി ഫാമിലിയോ? റോഷ്നേച്ചിയും കരച്ചിലോടെ കരച്ചില്ല. കുന്നംകുളം റോഷ്നേച്ചി വന്നതോടെ AKG സെന്റർ ഒന്ന് ഉണർന്നായിരുന്നു. സഖാക്കൾ ബൂസ്റ്റ് കുടിച്ച ആവേശത്തിലല്ലേ ചാടി എഴുന്നേറ്റത്. വരൂ പ്രിയരെ, നമുക്ക് ക്യാപ്സൂൾ വിതറാം എന്ന് പറഞ്ഞു പോയതാ. അധികാലത്ത് എഴുന്നേറ്റ് നമ്മൾക്ക് മുന്തിരിവള്ളികൾ വേണ്ട, നമുക്ക് ക്യാപ്സൂൾ വിതറാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയതാ. കൂട്ടത്തോടെ കണ്ടില്ലേ തിരിച്ചു വന്നത്? അയ്യോ, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഉണ്ടത്. പുല്ല്, ഞങ്ങളുമാണ് ആളെ മാറി കഷ്ടപ്പെട്ടത് വെറുതെ ആയെന്നാണ് ഇപ്പോൾ സഖാക്കൾ കരയുന്നത്. ഗോവിന്ദൻ മാമൻ ഫ്ലോ പോയ വേദനയിൽ വീണ്ടും കരച്ചിലോടെ കരച്ചില്ല. ഗോവിന്ദൻ മാമൻ എങ്ങനെ കരയാതിരിക്കും? ഇത് ഇതുങ്ങളെല്ലായിടത്ത് തലയിലും വെച്ചു പോയില്ലേ? ഇത് ചിന്തയെ ഇറക്കി, റഹീമിനെ ഇറക്കി, പിന്നെ വിളിക്കാതെ തന്നെ ഒരു റോഷനെയും കയറി വന്ന് എല്ലാം വട്ടത്തിലും നീളത്തിലും ഒക്കെ തൊയഞ്ഞൊട്ടി അങ്ങ് നിൽക്കും. അത് അതിൻ്റെ കൂടെ സച്ചിനുണ്ടല്ലോ, ഓൻ എൻ്റെ വിക്കറ്റ് തെറിപ്പിച്ചാണ് നിൽക്കുന്നത്. എനിക്ക് തലപ്രാന്തെടുത്ത് നിൽക്കുകയാണ് ഞാൻ. ഇതെല്ലാം കൂടെ ഞാൻ നിർത്തി അങ്ങ് കത്തിക്കും പറഞ്ഞേക്കാം. അട്ടക്കലിപ്പിലല്ലേ ഗോവിന്ദമാമൻ? റഹീം പറയുന്നതൊന്ന്, ആര്യ പറയുന്നത് വേറൊന്ന്, സച്ചിൻ പറയുന്നത് വേറെ, എന്തൊക്കെയോ പറയുന്നടേ. ഇത് നീയൊക്കെ കൂടെ ഒരു കഥ പറയുന്നടേ എന്ന് ഗോവിന്ദമാമന്റെ കരച്ചിൽ. ആര്യ പറഞ്ഞു ബസ് മുന്നിലായിരുന്നു. മുന്നിൽ പോയ ബസ്സിന്റെ മുമ്പിലിരുന്ന ആ ഡ്രൈവർ എന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു. പിന്നാലെ വന്ന് കാറിന്റെ പിൻ സീറ്റിലിരുന്ന ഞാനത് കണ്ടു. പക്ഷേ സച്ചിനേട്ടൻ പറഞ്ഞപ്പോൾ കഥ നൈസ ഒന്ന് മാറിപ്പോയി. സച്ചിൻ പറഞ്ഞപ്പോൾ ബസ് പിന്നിലായിരുന്നു. ടുണു ടുണു, ഇതിലേതാ സത്യം എന്ന് നാട്ടാരി പോലും കണ്ണു മിഴിച്ച് നിൽക്കുവാടേ ഇത്. അല്ല സച്ചിനേട്ടാ, ആര്യേച്ചി പറയുന്നു ആ ബസ് ഞങ്ങൾക്ക് സൈഡ് തന്നില്ല, അങ്ങനെ ഇപ്പം എനിക്ക് സൈഡ് തരാൻ ഒരു വണ്ടി പോകണ്ട എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ സൈഡ് തന്നില്ല എങ്കിൽ ബസ് അപ്പോൾ മുന്നിലായിരിക്കണമല്ലോ, അപ്പോൾ നിങ്ങൾ പിന്നിലായിരിക്കണമല്ലോ. അങ്ങനെ വരുമ്പോഴല്ലേ ഈ സൈഡ് തരാത്തത് ഒരു കറക്റ്റ് ആവുള്ളൂ. എങ്ങനെ ചേട്ടന് മനസ്സിലായോ ഇത്? അത് തന്നെ. അപ്പോൾ ബസ് മുന്നിലായിരുന്നു. അപ്പോഴല്ലേ നിങ്ങൾക്ക് സൈഡ് തരാതിരിക്കാൻ പറ്റുള്ളൂ. ഇത് അല്ല, ഇപ്പൊ താക്കോൽ ഇത് എവിടെ? ഇത് അവിടെ വെച്ചാൽ മതി. പറ്റുന്നില്ല, ഇതെല്ലാം കൂടെ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാ കേട്ടോ. ഇതും തീർന്നില്ലല്ലോ. ഇത് പിന്നെ ഉണ്ട് ഇത് കഥ. ആര്യേച്ചി പറയുന്നു ഞങ്ങൾ ബസ്സിനെ പിന്തുടർന്നു, പിന്നാലെ പോയി എന്ന്. സച്ചിൻ പറയുന്നു ചേസിംഗ് ഒന്നും ഉണ്ടായില്ല. ബസ് സിഗ്നലിൽ വന്ന് നിന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി, അതിൽ നിന്നൊന്ന് ഇറങ്ങി അവനോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ ആര്യേച്ചി പറഞ്ഞത്? അല്ല, പിന്നെ സച്ചിനേട്ടൻ പറഞ്ഞത്? ആകെ കൺഫ്യൂഷൻ അല്ലേ ഇത്? നിങ്ങൾ തന്നെ ഒരു ഒത്തുതീർപ്പിൽ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ആ റഹീമിക്ക വന്ന് കീച്ചുന്നതോ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നിടേ ഇത്. സച്ചിൻ ബസ്സിൽ കയറി. അപ്പോൾ സച്ചിനേട്ടൻ പറയുന്നു ഞാൻ ഫുട്ബോളിലേ നിന്നോളൂ, ഞാൻ അകത്തൊന്നും കയറി ഒന്നുമില്ല. എന്നിട്ട് 2 ടിക്കറ്റ് തമ്പാനൂരേക്ക് ഞാൻ പറഞ്ഞു. അല്ല പിന്നെ
ലേ ക്യാപ്സൂൾ ഉണ്ടാക്കുന്നവന്മാരുടെ നീയൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് നില്ലടേ, ഒരു കഥ പറയടേ. ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് മെനക്കെടുണ്ടാക്കരുത്. ഇത് പുല്ല് പറയിക്കാനായിട്ട് കുറേ എണ്ണം. അങ്ങനെ 3 കഥയും കൊണ്ട് 3 വഴിക്കൂടെ വന്ന മൂവരും അല്ല, ഇപ്പോൾ 3G ആയിട്ട് നിൽക്കുകയാണിത്. എനിക്ക് നല്ല വേദന എടുക്കുന്നു ഇതെല്ലാം കൂടെ കേട്ടിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുന്നംകുളം റോഷന. അതിന് നീ ഏതാണെന്ന് പാർട്ടിക്കാർ ചോദിക്കുന്നു. ഞാൻ ആര്യേച്ചിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ചെയ്ത ഉപകാരം തന്നെ ധാരാളം. പോയിക്കോ, തിരിച്ചു പോകൂ, ഒന്ന് പോകൂ. വയ്യാത്തോണ്ടാണ് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് തലയിലോട്ട് വെക്കാൻ പറ്റൂല. ഇത് ഒരു സ്വപ്നയുടെ ക്ഷീണം തന്നെ നമുക്ക് തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഇനി റോഷന. ബൈ ബൈ ബൈ, ആ വഴിക്ക് പോയേന്ന് ഗോവിന്ദമാമൻ. അന്നെ ഇനി പഞ്ചായത്തിൽ കണ്ടുപോകരുത്. ഇന്ന് ഇറങ്ങിക്കോണോ ഇവിടെ നിന്ന്? അല്ല പിന്നെ. സരിതയോട് ഇനി ഞാൻ എന്ത് പറയുമെന്നാണ് ഗോവിന്ദമാമിൻ്റെ വേവലാതി. സരിത ഇറക്കാനിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കാണ്ട വലിഞ്ഞേറി വന്നിരിക്കുന്നു. ഒരു റോഷനെ നശിപ്പിച്ചില്ലേ എല്ലാം. റോഷനെ ഞങ്ങൾ വിളിച്ചതല്ല എന്ന് സഖാക്കൾ കൈകൂപ്പി പറഞ്ഞിട്ട് ഒരു തണ്ടികൾ പോലും ഇത് കേൾക്കുന്നില്ലല്ലോ. ഇത് എന്ത് ചെയ്യാനാണിതിപ്പോൾ? ഇനിയിപ്പോൾ റോഷനെയും ചുമക്കണം ഗോവിന്ദമാമ, അല്ലാതെ നിവർത്തിയില്ല. ആര്യേച്ചിയുടെ വിഷയമല്ലേ, പറ്റിയ അവസരം കളത്തിൽ വന്നാൽ പാർട്ടി എന്നെ എടുത്തങ്ങ് തോളത്ത് വെച്ചോളും എന്ന് കുന്നംകുളം സേച്ചി കരുതി. 18 പണി കൊടുത്ത റോഷനയെ കയ്യിൽ കിട്ടിയാൽ കാട്ടിൽ വാരി നിലത്തടിക്കുമെന്നാണ് ഗോവിന്ദമാമൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റോഷനയും തലയിലായി. ഇനി പാർട്ടിക്ക് വെച്ചടി കയറ്റമായിരിക്കും. ഇനി ആരൊക്കെയോ വരാനുണ്ടടേ, നമുക്ക് കാണാം, പറയാം. അപ്പം ശരിയെന്നാ.